വബനാത്തു ഖാലിക, നിന്റെ ഖയാലുകൾ രണ്ട് രൂപത്തിലുണ്ട്. നല്ല ഖയാലുകളുണ്ട്, ചീത്ത ഖയാലുകളുണ്ട്. നമ്മുടെ ഭാവനകൾ, അതാണ് ഹാല, തോന്നുക, സങ്കല്പങ്ങൾ, ഭാവനകൾ, ധാരണകൾ. പൈശാചികമുണ്ട്, നല്ലതുണ്ട്. പിശാചിനോട് വന്ന് നിന്റെ ഹൈല് മുഖേന നീ ആളുകളെ എത്ര വേണമെങ്കിലും നിന്നിലേക്ക് ആകർഷിപ്പിച്ചോ എന്ന് അള്ളാഹു പറയാൻ. നിനക്ക് കഴിയുന്നത്ര ബിഹൈലിക്ക. ഇവര് പറയുന്നത് നിന്റെ കുതിര ശക്തി കൊണ്ട് എന്നാണ് പറയുന്നത്. ഹൈല് എന്ന് പറഞ്ഞ പോലെക്ക് കുതിര ശക്തിയാണ്. ഹൈല് എന്ന് പറഞ്ഞ ഭാവനകള്. ഹയാൽ എന്ന് പറയും. ഉറുദു അറിയുന്ന ആളുകൾക്ക് അറിയാം. ഹയാൽ അറബിന്ന് വന്നതാണ്. ഹയാൽ, ഹാല യഖൂലു, ഹൈല് ഹയാൽ, അവന്റെ ഭാവനകൾ, അവന്റെ ചിന്തകൾ. ആ ഭാവനകളിൽ നിന്നും അവന്റെ ചിന്തകളിൽ നിന്നും നല്ല ബനാത്തുകൾ ഉണ്ടെങ്കിൽ അതിനെയും നീ നിന്റെ ജീവിതത്തിൽ എടുത്തോ. ബനാത്തു ഹാലാത്തിക്കല്ലാത്തി, അവിടെ നിങ്ങൾ ഇവരുടെ ഗ്രാമർ തകർത്ത് തരിപ്പണമാവുന്ന ഇടമാണ് അവിടെ. ഇവിടെ വ്യാകരണം പൊളിഞ്ഞ് പാപ്പറാവുന്ന ഇടമാണ് അവിടെ. ബനാത്തു ഹാലാത്തിക്കല്ലാത്തി. ഹാലാത്ത് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളാണെങ്കിൽ അല്ലായി എന്നാണ് പറയേണ്ടത്. ഇവിടെ അറബി പഠിച്ചവരുണ്ടെങ്കിൽ അല്ലാന്നൊന്ന് പറയട്ടെ. ഹാലാത്ത് എന്ന് പറഞ്ഞാൽ ജമ്മു മുഅന്നസ് ആണെങ്കിൽ, ഇവര് പറയുന്നത് പോലെ ബഹുവചനം സ്ത്രീലിംഗമാണെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട പദം അല്ലായി എന്നാണ്, അല്ലെങ്കിൽ അല്ലാത്തി എന്നാണ്. വെറും അല്ലത്തി എന്ന് പറഞ്ഞാൽ ഇവരുടെ ഗ്രാമറാകുന്ന കോട്ട പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമാകുന്ന ഇടമാണ്. ഒന്ന് 1000 കൊല്ലം ഇരുന്നാൽ അവർക്ക് അവിടെ ഗ്രാമർ കൊണ്ട് വിശദീകരിക്കാൻ കഴിയില്ല, സാധിക്കൂല. എന്തുകൊണ്ട് ഹാലാത്ത് എന്ന് പറഞ്ഞാൽ ജമ്മു മുഅന്നസ് ആണെങ്കിൽ എന്തുകൊണ്ട് അല്ലായി എന്നോ അല്ലാത്തി എന്നോ പറയാതെ അല്ലത്തി എന്ന് ഏകവചനത്തിൽ എന്തുകൊണ്ട് പറഞ്ഞു? അത് ഇവന്റെ മനസ്സാണ്. അതാണ് അല്ലത്തി. ഈ ലിസാനുൽ അറബ് കൊണ്ടല്ലാതെ അത് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അവിടെ നിന്റെ പെണ്ണുങ്ങളല്ല, നിന്റെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ചിന്തകൾ. അതുകൊണ്ടാണ് അവിടെ അല്ലത്തി എന്ന് നഫ്സിനെയാണ് അവിടെ മുഅന്നസ്, മുഫറദ് മുഅന്നസ് ആയിട്ട് കണ്ടത്, ഏകവചനം സ്ത്രീലിംഗമായിട്ട് കണ്ടത്. അതാണ് ബനാത്തു ഖാലാത്തിക്കല്ലാത്തി ഹാജർണമാക്ക. ഹാജർണ എന്ന് പറയുന്നത് ആ ചിന്തയിൽ നിന്ന് യാത്ര പോകുന്ന അറിവുകൾ, അത് ബനാത്ത് ബഹുവചനവും. നിങ്ങൾ നോക്കി എത്ര അക്യുറേറ്റ് ആയിട്ടാണ് അവിടെ പറഞ്ഞു പോയത് പടച്ചവൻ. മനസ്സിൽ നിന്നുണ്ടാകുന്ന ബനാത്തിന് ബഹുവചനവും മനസ്സിനെ അവിടെ ഏകവചനവുമായി കണ്ടുകൊണ്ട് രണ്ടും ഒരുമിപ്പിച്ചുകൊണ്ട് ആ ആയത്ത് കൊണ്ടുപോയി. അതാണ് ഹാജർന എന്ന് പറഞ്ഞ ഹിജ്റ പോവുക എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഹിജ്റ പോയത് ലൂത്താണ്. ആദമിൽ നിന്ന് തുടങ്ങി മുഹമ്മദിലേക്കുള്ള യാത്രയിൽ ആദ്യമായി അള്ളാഹുവിന്റെ അറിവിലേക്ക് ഹിജ്റ പോയത് ആരാണ്? ലൂത്ത്. ഇന്നി മുഹാജിറുൻ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്ക് ഹിജ്റ പോവുകയാണ്. അപ്പൊ മഅരിഫത്തുള്ളയാണ്, അള്ളാഹുവിന്റെ അറിവാണ്. നിന്റെ മനസ്സിൽ നിന്ന് നിന്റെ കൂടെ അറിവ് വന്ന അള്ളാഹുവിന്റെ ആ പരിശുദ്ധമായ അറിവുകളുണ്ടല്ലോ, നിന്റെ കൂടെ യാത്രയായത്. എവിടേക്ക് യാത്ര? അള്ളാഹുവിലേക്ക് യാത്രയാവുകയാണ്. എവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത്? നിന്റെ മനസ്സിൽ നിന്നാണ്. അങ്ങനെ യാത്ര പോകുമ്പോൾ ആ യാത്ര ചെയ്യുന്ന നിന്റെ കൂടെയുള്ള അള്ളാഹുവിന്റെ അറിവുകളെയും, മനസ്സിലായോ? കുറച്ച് ടഫാണ്. ഒന്ന് തല ഉപയോഗിക്കണം ഇവിടെ. അതാണ് വബനാത്തി ഹാലാത്തിക്കല്ലത്തി ഹാജർണമാക്ക. അല്ലാതെ നബിയുടെ കൂടെ ഹിജ്റ പോയവർ ആരാണ്? ഇവിടുന്ന് എവിടുന്നാ കിട്ടുക? നമ്മക്കിഞ്ഞി നമ്മളോട് ഹിജ്റ വരുമ്പോ ഓലെ കെട്ടാന് ആരൊക്കെ അതിൽ പെടൂലാന്ന് ഈ ആയത്തിന് എവിടുന്നാ കിട്ടുമോ? ഇല്ല. അല്ലദീന യുഹാജിറൂന ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ് ഹിജ്റ പോകേണ്ടത്. അല്ലെ? അത് ഞാൻ നിരവധി തവണ പറഞ്ഞതല്ലേ, ഇനി പറയണ്ടല്ലോ. അല്ലദീന യുഹാജിറൂന മിൻ മക്ക ഇലൽ മദീന, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയവർ. ഒരായത്തുണ്ടോ? ഇല്ല. അല്ലദീന യുഹാജിറൂന മിൻ ഇന്ത്യ ഇല പാകിസ്ഥാൻ, മിനൽ ഹിന്ദ് ഇലൽ പാകിസ്ഥാൻ, ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഹിജ്റ പോയവർ. ഇല്ല. അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ് ഹിജ്റ പോകേണ്ടത്. അപ്പൊ റസൂൽ എവിടേക്കാ ഹിജ്റ പോവുക? മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ ചോദിച്ചതിന്റെ പൊരുൾ മനസ്സിലായോ? അതാണ്. അപ്പോ അള്ളാഹുവിന്റെ മഅരിഫത്തുള്ളയിലേക്കാണ് ആ ഹിജ്റ. അള്ളാഹുവിനെ അറിയാനുള്ള ഹിജ്റയാണ്. അതാണ് ലൂത്ത് പറഞ്ഞത്, ഇന്നി മുഹാജിറുൻ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്ക് പോവുകയാണ്.